തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവ എഴുന്നള്ളിപ്പിൽ കടുത്ത ആചാര ലംഘനം നടന്നതായി കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിക്കുന്ന ചുവന്ന പട്ട് ഉപയോഗത്തിന് ശേഷം പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ദേവന്റെ എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ടുള്ള തീവട്ടിയിലെ തുണിയായി ഉപയോഗിച്ചതായിട്ടാണ് പരാതി. അവിടെ വെളിച്ചപ്പാട് പെണ്ണുങ്ങളെ വെളിച്ചപ്പാട് പോയിട്ടില്ല, അവിടെ ഉണ്ട്, പോയി ആരെ ചുറ്റിക്കൊണ്ട് വരികയല്ലേ, അത് വലിച്ചെറിഞ്ഞിട്ട് പോരുന്നല്ലേ അവിടെ വെളിച്ചപ്പാടുകൾ. അവിടെ വലിച്ചെറിയുന്ന എല്ലാവരും പട്ടെടുത്തല്ലേ വരുന്നത്, അവിടെ ശബലം കൊണ്ടല്ലേ. ഗുരുവായൂർ വന്നപ്പോൾ മാത്രം അവരെ പറഞ്ഞു ഇവിടെ തുള്ളാൻ പാടില്ല, ഇവിടെ തുള്ളുന്നവരെയാണല്ലോ ഇത്. ആചാരലംഘനം നടന്നുവെന്ന് പരാതി വന്ന പശ്ചാത്തലത്തിൽ ചുവന്ന തുണികൾ മുഴുവൻ നീക്കാനും പകരം പുതിയ വെള്ള തുണികൾ വാങ്ങി ഉപയോഗിക്കാനും നിർദ്ദേശിച്ചുവെന്ന് തൃപ്പൂണിത്തുറ ഗ്രൂപ്പ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു ആർ പിള്ള പ്രതികരിച്ചു. കൊണ്ടുവന്ന തുണിയെ പറ്റി ഒരു തന്ത്രി ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ നമ്മളത് മാറ്റി വെള്ള തുണി വാങ്ങി ചെയ്യുന്നത്. ഇപ്പം ഇത്തരം കാര്യങ്ങൾക്ക് ആചാരലംഘനം എന്നാണ് പറയുന്നത്. മറ്റൊരു ക്ഷേത്രത്തിൽ ഉപയോഗിച്ചതാണല്ലോ ഈ വസ്തു. അപ്പൊ ഒരു പൂജാദ്രവ്യമായിട്ട് അവിടെ കൊണ്ടുവന്ന ആൾക്കാർ അവിടെ ഇങ്ങനെ തുണി കൊണ്ടിടും ഈ കൊടുങ്ങല്ലൂരൊക്കെ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നമ്മള് പന്തം കെട്ടാനായിട്ട് അത് അടിയിൽ മാത്രം കെട്ടി മുകളിൽ വെള്ള തുണി കെട്ടി അങ്ങനെയാണ് നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇപ്പൊ തന്ത്രി പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ഒഴിവാക്കി ഇപ്പൊ വെള്ള തുണിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നെന്ന് അറിയുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ പറ്റി എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഇപ്പൊ 2 മാസമായുള്ളൂ ഇവിടെ വന്നിട്ട്. കൊച്ചിൻ ദേവസ്വം അതേസമയം കടുത്ത ആചാര ലംഘനമാണ് നടന്നത് എന്നാണ് താന്ത്രിക വിധികളെക്കുറിച്ച് അറിവുള്ള ആളുകൾ പ്രതികരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കേരളത്തിലെ പ്രശസ്തമായ പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിൽ തന്നെയുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും കോഴിക്കൽ മൂടുന്ന പട്ട് ഇവിടെ കൊണ്ടുവന്ന ഈ തീവെട്ടിക്ക് ചുറ്റുക എന്ന പ്രവൃത്തി കണ്ടപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ഹീനമായ പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ശാക്തേയ കൗള ഉപാസകനാണ്, അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന ആളാണ്. തീർച്ചയായിട്ടും എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നി. ഇതൊരു വൈഷ്ണവ ക്ഷേത്രമാണ് പൂർണ്ണത്രയീശ്വര ക്ഷേത്രം. ശാക്തേയ ആരാധനയുടെ ഏറ്റവും ശക്തമായ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. രണ്ടും വിരുദ്ധമായ സമ്പ്രദായങ്ങളാണ്. ശാക്തേയ ആരാധനയിൽ കൊടുങ്ങല്ലൂരെ സംബന്ധിച്ചിടത്തോളം കോഴിക്കൽ മൂടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കോഴിയെ അറുത്ത് അവിടെ കോഴിക്കൽ മൂടുന്ന ചടങ്ങ് നടന്നിട്ട് ഇപ്പോൾ നിയമപരമായിട്ട് പക്ഷിബലി മൃഗബലിയൊക്കെ നിരോധിച്ചിരിക്കുന്നത് കൊണ്ട് സിംബോളിക്കായിട്ട് ചുവന്ന കോഴിയെ പറത്തിയ ശേഷം ചുവന്ന പട്ടുകൾ വിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങളുണ്ടാകാം. അവർക്ക് ആ പട്ട് സമർപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ രക്തവും മാംസവും ഒക്കെ സമർപ്പിച്ച് ഭഗവതിക്ക് വേണ്ടിയിട്ട് ശത്രുദോഷങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്ക് വന്നിരിക്കുന്ന ഗ്രഹപീഠകൾക്കോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത്. അത്തരം കർമ്മങ്ങൾ ചെയ്ത ഈ ദ്രവ്യം അവിടെ നിന്നും ഇവിടെ കൊണ്ടുവന്ന് ഈ വൈഷ്ണവ ക്ഷേത്രത്തിലെ ആനകളുടെ പുറത്ത് ഏറ്റവും സന്തോഷവാനായിട്ട് വിരാജിക്കുന്ന പൂർണ്ണത്രയീശ്വരൻ്റെ മുന്നിൽ കത്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ശവപ്പറമ്പിന് സമമായ രീതിയിൽ ഒരു മാംസവും രക്തവും സങ്കല്പിച്ച സാധനം കത്തിക്കുന്നു. അവിടെ ആ സ്ഥലത്തിൻ്റെ ചൈതന്യക്ഷയമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കൊടുങ്ങല്ലൂരിലെ ഭദ്രകാളിയുടെ സമർപ്പിക്കപ്പെട്ട പട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ അതൊരു മോഷണമെന്നേ ഞാൻ പറയും. കാരണം അത്തരത്തിൽ ഇവരിതിവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉപയോഗിക്കേണ്ടതായ സാധാരണ തുണികൾ 9 ദിവസം തീവെട്ടിക്കായിട്ട് വേണമെങ്കിൽ വക തിരിച്ച് ലക്ഷങ്ങൾ എഴുതിയെടുക്കാം. എൻ്റെ കാഴ്ചപ്പാടാണ്. അങ്ങനെ അവർക്ക് ചെയ്യാം. അത്തരത്തിൽ ചെയ്യുന്നതാണോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതൊരു ആചാര ലംഘനമാണ്, വിശ്വാസ ലംഘനമാണ്. ഒരു ക്ഷേത്രത്തിൽ ഉപയോഗിച്ച ശേഷം മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു ഭക്തർ നടക്കി വെച്ചത്. അത് ഏത് തരത്തിലുള്ള ഒരു ആചാര ലംഘനത്തിൽ പെടും? മാത്രമല്ല ഇതിന് പിന്നിൽ ഒരു കോക്കസ് തന്നെ ഉണ്ട് എന്നുള്ളൊരു ആക്ഷേപവും ഉയരുന്നു.
രാജേഷ്, രണ്ട് തരത്തിലുള്ള പരാതികളിലാണ് വസ്തുതാപരമായി അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെ. അതിൽ ആചാരലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തന്ത്രി തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ആചാരലംഘനമാണെന്നാണ് ചേനാസ് നമ്പൂതിരിപ്പാടിൻ്റെ തന്ത്രി മുഖ്യൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ക്ഷേത്രം അധികൃതർ ഈ തീപ്പെട്ടിയിൽ നിന്ന് ഈ തുണി നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായി ഇക്കാര്യത്തിൽ ഒരു അഴിമതി കൂടി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ക്ഷേത്രം അധികൃതരും മറ്റ് സംസ്ഥാന ഈ വിജിലൻസ് ഉൾപ്പെടെയുള്ള ആ രീതിയിലുള്ള ഏജൻസികളും അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും രണ്ട് തരത്തിലുള്ള ആരാധനാക്രമങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രം. നമുക്കറിയാം, വിശ്വാസികൾക്കറിയാം, ഒരു പൂജ ചെയ്യുമ്പോൾ അവരുടെ പേരും നക്ഷത്രവും ഒക്കെ പറഞ്ഞ് വളരെ വ്യക്തിപരമായാണ് ഓരോ പൂജ പോലും നടത്തപ്പെടുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ ആ പൂജാ രീതിയല്ല കുളത്തുപുഴ ക്ഷേത്രത്തിലെ അതേ ക്ഷേത്രത്തിലെ ശാസ്താവിനുള്ളത്. തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് രൗദ്രഭാവത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രത്തിൽ അത് കോഴിമൂടൽ ഉൾപ്പെടെയുള്ള പരമ്പരാഗത ചടങ്ങുകൾ നടന്നതിന് തരത്തിലുള്ള ഉപാസനകൾ അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർ സമർപ്പിക്കുന്ന അത്തരം തുണികൾ മറ്റൊരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഉത്സവത്തിന്, പ്രത്യേകിച്ച് പൂർണ്ണത്രയീശൻ പോലുള്ള അത്രയും പ്രാധാന്യത്തോടെ ഉപാസിക്കുന്ന ഒരു മൂർത്തിയിൽ എഴുന്നള്ളത്തിന്, അവിടുത്തെ ഉത്സവത്തിന് ദേവനെ എഴുന്നള്ളിക്കാനായുള്ള പൂജാദ്രവ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പൂജാവസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ, പൂജാവസ്തുക്കൾ എന്ന് പറയുമ്പോൾ അത് തീവട്ടിയിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എന്നാൽ തന്നെയും ദേവൻ എന്നൊരു കാര്യത്തിൽ എഴുന്നള്ളിക്കുന്നതാണ്. നമുക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ വെളുത്ത മുണ്ടെടുക്കാതെ നമുക്ക് അകത്തേക്ക് ഒരു ഭക്തന് പ്രവേശനം പോലും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ പവിത്രതയും ചൈതന്യവും കാത്തു സൂക്ഷിക്കുന്നതിന് നിരവധി ആചാരക്രമങ്ങൾ, അനുഷ്ഠാന ക്രമങ്ങൾ ഉള്ള ക്ഷേത്രത്തിലാണ് വളരെ ലളിതമായി തന്നെ ഒട്ടും ശ്രദ്ധയില്ലാതെ ഒരു ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച വസ്തു അതുപോലെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിൽ തീർച്ചയായും ആചാരലംഘനം നടന്നിട്ടുണ്ട്. മാത്രമല്ല, വളരെ ഗൗരവമായി ചെയ്യേണ്ട കാര്യങ്ങൾ അത്യന്തം ലളിതമായി ശ്രദ്ധയില്ലാതെ ചെയ്ത കാര്യവും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് എത്രത്തോളം തുണി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അതിൻ്റെ മറവിൽ ഈ തീവട്ടിക്ക് വേണ്ടി മറ്റ് ചെലവുകൾ എഴുതിയെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കമ്മീഷണർ ഉദയകുമാറിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അനധികൃതമായി രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്തത് 43 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നതായിട്ടാണ് കണ്ടെത്തി വിജിലൻസ് അന്വേഷിക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ AC-യും ഹീറ്ററും മറ്റ് സാധനങ്ങളും വാങ്ങാൻ വേണ്ടി 6 ലക്ഷം രൂപയോളം എഴുതിയെടുത്തതായി കണ്ടെത്തി. ഇതെല്ലാം ചട്ടലംഘനമായി കണ്ടെത്തിയാണ് വിജിലൻസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വകമാറ്റി പല കാര്യങ്ങൾക്കും സ്വാഭാവികമായും തീവട്ടിക്കും എണ്ണയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെയായി ദേവസ്വം ബോർഡ് ഒരു നിശ്ചിത തുക ഉത്സവത്തിന് വേണ്ടി കണ്ടെത്തുന്നതാണ്. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള 2 ക്ഷേത്രങ്ങളാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രവും പൂർണ്ണത്രയീശ ക്ഷേത്രവും. അപ്പോൾ ഇതൊക്കെ അന്വേഷണ വിഷയത്തിൽ വരേണ്ട വിഷയങ്ങൾ തന്നെയാണ്. രാജേഷ്, ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തുടരന്വേഷണമില്ല. വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. ഉത്തരവ് സർക്കാർ നൽകിയ അപ്പീലിലാണ്. പ്രോസിക്യൂഷൻ അനുമതി നേടിയ ശേഷം പരാതിക്കാർക്ക് മുന്നോട്ടു പോകാമെന്ന് കോടതി വ്യക്തമാക്കുന്നു. അതേസമയം മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശവും റദ്ദാക്കി. MR അജിത് കുമാറിനും സർക്കാരിനും ഏറെ ആശ്വാസം പകരുന്നതാണ് കോടതി ഉത്തരവ്.